എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ജപ്പാൻ കീഴടങ്ങൽ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടതും മാരകവുമായ ഒരു അധ്യായത്തിന് സമാപനം കുറിച്ചു. 1945 മെയ് മാസത്തിൽ ജർമ്മൻകാർ വെള്ളക്കൊടി വീശിയപ്പോൾ തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് സമ്മതിക്കാൻ ജപ്പാൻ സാമ്രാജ്യത്തിന് അനവധി മാസങ്ങൾ കൂടി എടുക്കേണ്ടി വന്നു. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബാക്രമണങ്ങളാണ് രാജ്യം കീഴടങ്ങാനുള്ള ഏക കാരണമെന്ന് മിക്കവരും വിശ്വസിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അതിൽ നിരവധി ഘടകങ്ങളുണ്ടായിരുന്നു. ജപ്പാന്റെ കീഴടങ്ങലിലേക്ക് നയിച്ച രണ്ട് പ്രധാന സംഭവങ്ങളായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന അണുബോംബാക്രമണങ്ങൾ. 1945 ഓഗസ്റ്റ് 6 രാവിലെ ആദ്യത്തേത് ഒരാക്രമണത്തിന് വിധേയമായി. അത് നഗരത്തെ പൂർണ്ണമായി നശിപ്പിച്ചു. വിനാശകരമായ മനുഷ്യമരണത്തിന് കാരണമായി. ലിറ്റിൽ ബോയ് സ്ഫോടനത്തിനിടയിലും അതിനുശേഷവും റേഡിയേഷൻ്റെയും ചർമ്മത്തിലെ പൊള്ളലിൻ്റെയും ഫലമായി 90,000-നും 1,46,000-നും ഇടയ്ക്ക് ആളുകൾ കൊല്ലപ്പെട്ടു. വെറും 3 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 9 നാഗസാക്കിക്ക് സമാനമായ ദുർവിധി നേരിടേണ്ടി വന്നു. ബോയിങ് B-29 സൂപ്പർ ഫ്രോട്ടസ് ബോക്സ്റ്റാർ ഹിരോഷിമയിൽ നിന്ന് ഏകദേശം 261 മൈൽ അകലെയുള്ള നഗരത്തിൽ ഫാറ്റ്മാൻ എന്ന അണുബോംബ് വർഷിച്ചു. രണ്ടാമത്തേതുപോലെ നാഗസാക്കിക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആക്രമണത്തിന് ശേഷം 4 മാസത്തിനുള്ളിൽ 60,000 മുതൽ 80,000 വരെ ജപ്പാൻ പൗരന്മാർ മരിച്ചു. ആറ്റം ബോംബുകൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ മികവ് പ്രകടമാക്കുക മാത്രമല്ല, യുദ്ധത്തിൽ പുതിയതും ഭയാനകവുമായ ഒരു യുഗത്തിൻ്റെ ഉദയത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ ആണവാക്രമണങ്ങൾ ജാപ്പനീസ് നഗരങ്ങളെ ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവ് നേതൃത്വത്തെ അവരുടെ നിലപാട് പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കി. കൂടുതൽ നാശനഷ്ടത്തെക്കുറിച്ചുള്ള ഭയവും അത്തരം ശക്തികൾക്കെതിരെ പരമ്പരാഗത പ്രതിരോധങ്ങൾ നിരർത്ഥകമാണെന്ന ധാരണയും കീഴടങ്ങാനുള്ള ജപ്പാന്റെ തീരുമാനത്തെ സാരമായി സ്വാധീനിച്ചു. അണുബോംബ് സ്ഫോടനത്തെ തുടർന്നുള്ള ജപ്പാന്റെ നിരാശയും പരാജയഭീതിയുമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് 1945 ഓഗസ്റ്റ് 8 ജപ്പാനെതിരെ സോവിയറ്റ് യൂണിയൻ നടത്തിയ യുദ്ധം ജാപ്പനീസ് സൈന്യത്തിൻ്റെ പ്രതീക്ഷകൾക്ക് മറ്റൊരു കനത്ത പ്രഹരമേൽപ്പിച്ചു. 1946 വസന്തകാലം വരെ ഇമ്പീരിയൽ ജാപ്പാനീസ് ആർമിക്ക് ജോസഫ് സ്റ്റാലിൻ്റെ സൈനികരെ നേരിടേണ്ടി വരില്ലെന്ന് കരുതിയതിനാൽ റെഡ് ആർമി വലിയ ഭീഷണിയാണെന്ന് ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിരുന്നില്ല. ജപ്പാനും അമേരിക്കയ്ക്കുമിടയ്ക്ക് ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ ഹിരോഹിതോ ചക്രവർത്തി സ്റ്റാലിനോട് മുമ്പ് അഭ്യർത്ഥിക്കുക കൂടി ചെയ്തിരുന്നു. തൽഫലമായി മഞ്ചൂരിയയിലെ പെട്ടെന്നുള്ള സോവിയറ്റ് അധിനിവേശത്തിൽ ജാപ്പാനീസ് സൈന്യവും ഹിരോഹിതോയും ഞെട്ടിപ്പോയി. യുദ്ധത്തിൻ്റെ ആദ്യ 2 ദിവസങ്ങളിൽ തന്നെ ആ പ്രദേശം കൈവശപ്പെടുത്തിയിരുന്ന 850 സൈനികരിൽ 650 പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. സോവിയറ്റ് യൂണിയൻ്റെ ഈ യുദ്ധപ്രഖ്യാപനം മധ്യസ്ഥ സമാധാനങ്ങൾക്കായുള്ള ജപ്പാൻ്റെ എല്ലാ പ്രതീക്ഷകളെയും ഇല്ലാതാക്കുകയും രാജ്യത്തിൻ്റെ വളർന്നു വരുന്ന ഭൗമരാഷ്ട്രീയ ഒറ്റപ്പെടലിനെ എടുത്തു കാണിക്കുകയും ചെയ്തു. 2 യുദ്ധമുന്നണികളിൽ പോരാടാനുള്ള സാധ്യതയെ അഭിമുഖീകരിച്ച ജാപ്പനീസ് നേതാക്കൾ തങ്ങളുടെ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞു. കീഴടങ്ങൽ പുനഃപരിശോധിക്കാൻ ഹിരോഹിതോ തന്നെ സൈനിക ഉദ്യോഗസ്ഥരോട് അപേക്ഷിച്ചു. 1945 ആയപ്പോഴേക്കും ജപ്പാൻ കൂടുതൽ അസ്ഥിരമായ ഒരു അവസ്ഥയിലായി. വർഷങ്ങളോളം നീണ്ടുനിന്ന സംഘർഷം അതിൻ്റെ സൈനിക ശേഷിയെ സാരമായി ബാധിച്ചു. രാജ്യത്തിൻ്റെ തന്ത്രപരമായ ദ്വീപ് അധിനിവേശ പ്രചരണം ജപ്പാന് ഫലപ്രദമായി ഒറ്റപ്പെടുത്തി. പസഫിക്കിലെ അധിനിവേശ പ്രദേശങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. കർശനമായ നാവിക ഉപരോധവും ജാപ്പാനീസ് നഗരങ്ങളെയും വ്യാവസായിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള നിരന്തരമായ വ്യോമാക്രമണവും രാജ്യത്തിൻ്റെ യുദ്ധശ്രമത്തെ തളർത്തിക്കളഞ്ഞു. ഇതുമൂലമുണ്ടായ സുപ്രധാന വിഭവങ്ങളുടെ ദൗർബല്യം ജാപ്പാനീസ് ജനതയിൽ വ്യാപകമായ ദുരിതത്തിനും ബുദ്ധിമുട്ടിനും കാരണമായി. ഭക്ഷണത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും ക്ഷാമം രൂക്ഷമായി. ശരാശരി സിവിലിയൻ്റെ കലോറി ഉപഭോഗം പ്രതിദിനം 1680 കുറഞ്ഞു. ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള പുരുഷന്മാരുടെ കുറവുമുണ്ടായിരുന്നു. കാരണം യുദ്ധം ചെയ്യാൻ കഴിയുന്നവരിൽ ഭൂരിഭാഗവും സൈന്യത്തിൽ ചേർന്നിരുന്നു. രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെയും വിഭവങ്ങളുടെയും പരിതാപകരമായ അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ യുദ്ധം ജയിക്കാനാവില്ല എന്ന തിരിച്ചറിവ് കീഴടങ്ങാനുള്ള നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൽ ഒരു പ്രധാന ഘടകമായി മാറി. ജപ്പാന്റെ കീഴടങ്ങൽ ചർച്ചകളുടെ ഒരു സവിശേഷ വശം ചക്രവർത്തി സമ്പ്രദായം നിലനിർത്താനുള്ള ആഗ്രഹമായിരുന്നു. നിരുപാധികമായ കീഴടങ്ങൽ രാജവാഴ്ചയുടെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന ഭയം ഉയർന്ന തലങ്ങളിൽ തീരുമാനമെടുക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ആശങ്കയായിരുന്നു.
ചർച്ചകളിൽ നിന്ന് ഒടുവിൽ ഉരുത്തിരിഞ്ഞത് ഒരു മാനവികതാ പ്രഖ്യാപനമായിരുന്നു. അതിൽ ഹിരോഹിതോ ഒരു പ്രതീകാത്മക ചക്രവർത്തി സ്ഥാനത്തിന് സമ്മതിച്ചു. അത് ചക്രവർത്തിയുടെ ദിവ്യത്വത്തെ നിഷേധിക്കുകയും പകരം അദ്ദേഹത്തെ രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും ഐക്യത്തിൻ്റെ പ്രതീകമായി സ്ഥാപിക്കുകയും ചെയ്തു. അടിസ്ഥാനപരമായി ചക്രവർത്തി ഇപ്പോഴും പ്രധാന വ്യക്തി അല്ലെങ്കിലും മേലിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ അധികാരം വഹിക്കില്ല. പകരം പുതിയ ഭരണഘടന അംഗീകരിക്കപ്പെടും. ജപ്പാന്റെ കീഴടങ്ങൽ സാധ്യമാവുന്ന പ്രക്രിയയിൽ ഗണ്യമായ നയതന്ത്രവും ആശയവിനിമയപരവുമായ ശ്രമങ്ങളുണ്ടായിരുന്നു. പിന്നിൽ നയതന്ത്രജ്ഞനും ഇടനിലക്കാരും ജപ്പാനും സഖ്യസൈന്യവും തമ്മിൽ ആശയവിനിമയത്തിനുള്ളൊരു മാർഗം സ്ഥാപിക്കാൻ അക്ഷീണം പ്രവർത്തിച്ചു. ഉൾപ്പെട്ട എല്ലാ കക്ഷികളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനോടൊപ്പം രാജ്യം കീഴടങ്ങാൻ അനുവദിക്കുന്ന പരസ്പര സ്വീകാര്യമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു ഈ ശ്രമങ്ങളുടെ ലക്ഷ്യം. മേൽപ്പറഞ്ഞ എല്ലാ ഘടകങ്ങളും യോജിച്ചപ്പോൾ 1945 ഓഗസ്റ്റ് 15 ചക്രവർത്തി ഹിരോഹിതോ ഒരു റേഡിയോ പ്രക്ഷേപണത്തിലൂടെ പൊതുജനങ്ങളെ ജപ്പാൻ കീഴടങ്ങാൻ തീരുമാനിച്ച വാർത്ത അറിയിച്ചു. സാധാരണ പൗരന്മാരോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് ചക്രവർത്തി വിശദീകരിച്ചു. യുദ്ധം ഏകദേശം 4 വർഷത്തോളം നീണ്ടുനിന്നു. സൈനിക നാവിക സേനകളുടെ ധീരമായ പോരാട്ടവും നമ്മുടെ രാഷ്ട്രീയ സേവകരുടെ ഉത്സാഹവും കഠിനാധ്വാനവും നമ്മുടെ 100 ദശലക്ഷം ജനങ്ങളുടെ സമർപ്പിത സേവനവും എല്ലാം മികച്ചു നിന്നു. എന്നാൽ യുദ്ധ സാഹചര്യം ജപ്പാൻ അനുകൂലമായി വന്നില്ല, അദ്ദേഹം പറഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ യുദ്ധക്കപ്പലായ USS മിസോറിയിൽ ജപ്പാൻ കീഴടങ്ങൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ജപ്പാൻ സാമ്രാജ്യത്തിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ സന്നിഹിതരായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയരായവർ ജനറൽ ഡഗ്ലസ് മാക് ആർതർ, ഫ്ലീറ്റ് അഡ്മിറൽ ചെസ്റ്റർ നിമിറ്റ്സ്, ജാപ്പനീസ് ആർമി ജനറൽ സ്റ്റാഫ് മേധാവി ജനറൽ യോഷിജിറോ ഉമേസു എന്നിവരായിരുന്നു. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.